1994 പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ചാണ് തിരുവനന്തപുരം നഗരസഭ അമ്പലത്ര കല്ലടിമുഖത്ത് 10 ഏക്കർ ഭൂമി വാങ്ങിയത്. പിന്നോക്ക വിഭാഗങ്ങളുടെ പുനരധിവാസം ഉറപ്പാക്കുക, വിമാനത്താവള വികസനത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കുന്ന പാവങ്ങൾക്ക് ഈ സ്ഥലത്ത് കിടപ്പാടം നൽകുക, ഇതൊക്കെയായിരുന്നു നഗരസഭയുടെ ലക്ഷ്യങ്ങൾ. വസ്തുവിന്റെ അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ BSUP പദ്ധതി പ്രകാരം 2,97,23,127 രൂപയും നഗരസഭയ്ക്ക് സഹായമായി ലഭിച്ചു. എന്നാൽ നാളിതുവരെ ഈ സാമ്പത്തിക സഹായത്തിൽ നിന്ന് 1 രൂപ പോലും വസ്തുവിൽ ചിലവഴിച്ചതായി കണ്ടില്ല. മാത്രമല്ല, ഈ 10 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇപ്പോൾ നഗരസഭയ്ക്ക് സ്വന്തമാണോ എന്ന് ചോദിച്ചാൽ ബന്ധപ്പെട്ടവർക്ക് പോലും ഇക്കാര്യത്തിൽ സംശയമുണ്ടാകും. വി ബിൽഡ് ആൻഡ് LK രാജൻ എന്ന പ്രൈവറ്റ് കമ്പനിയുടെ ക്രഷർ പ്ലാന്റാണ് ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നത് എന്നത് തന്നെ കാരണം. ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല, വ്യാപകമായി നടക്കുന്ന ഒരു അട്ടിമറിയാണ്, ഒരു തിരിമറിയാണ്. അതുകൊണ്ട് തന്നെയാണ് കല്ലേടി മുഖത്ത് പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗിച്ച് വാങ്ങി പട്ടികജാതിക്കാരുടെ ഭവന നിർമ്മാണ പദ്ധതിക്ക് വേണ്ടി ഫണ്ട് വകയിരുത്തിയ, അതിനുവേണ്ടി കണ്ടെത്തിയ ഭൂമി ഒരു സ്വകാര്യ വ്യക്തിക്ക്, സ്വകാര്യ കമ്പനിക്ക് മറിച്ചു നൽകാനുള്ള നീക്കം മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെടാൻ തീരുമാനിച്ചു. ഈ ഭൂമിയിൽ പ്ലാന്റിന്റെ പ്രവർത്തനത്തിനോടൊപ്പം നിരവധി കെട്ടിടങ്ങളുടെ പണിയും പുരോഗമിക്കുന്നു. ഇതിനായി നിരവധി ലോറികളിലാണ് നിർമ്മാണ സാധനങ്ങൾ കമ്പനി അധികൃതർ നിത്യേന കൊണ്ടുവരുന്നത്. താൽക്കാലികമായാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയെന്ന നഗരസഭാ ഉദ്യോഗസ്ഥരുടെ വാദം നാട്ടുകാർ വിശ്വസിക്കുന്നില്ല. എന്നാൽ പ്രതിഷേധമറിയിക്കുവാൻ ആർക്കും ധൈര്യവും പോരാ. ചോദ്യം ചെയ്യുന്നവരെ കമ്പനി ഗുണ്ടകൾ തന്നെ കയ്യേറ്റം ചെയ്യുന്നത് പതിവായിട്ടുണ്ടെന്നാണ് നാട്ടുകാരുടെ രഹസ്യമായ വിശദീകരണം. ഇതിന് CPM നേതാക്കൾ തന്നെ ഒത്താശ ചെയ്തു കൊടുക്കുന്നതായും ആരോപണമുണ്ട്. പാവങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചാണ് സാധാരണക്കാരുടെ ക്ഷേമത്തിനായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ ഭൂമി വാങ്ങിക്കൂട്ടിയത്. എന്നാൽ ഈ ഭൂമിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ ഫാക്ടറിയാണ്. തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ ശശിക്കൊപ്പം BL അരുൺ, ജീവൻ ന്യൂസ്.